ജീരകമാണ് എല്ലാത്തിലും ജീരകം മസ്റ്റാണ് നോർത്ത് ഇന്ത്യൻസിന്. ജീരകം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി ജീരകം ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊട്ടണം അല്ലേ? സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു ചുമല കളറാകുമ്പോഴത്തേക്ക് നമ്മൾ ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മലയാളികൾക്ക് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇടാമല്ലോ, വെളിച്ചെണ്ണ ചെയ്യാം. എന്തായാലും ആ ഓയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ജീരകം, അത് മസ്റ്റാണ് അല്ലേ? കാരണം എന്നാലും നോർത്ത് ഇന്ത്യൻ ആവുള്ളൂ. എണ്ണ മാറ്റിയാലും ജീരകം മാറ്റരുത്. ജീരകം മസ്റ്റാണ്. ജീരകം ഇട്ടു. ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടണം. ഒരു കടുക് പൊട്ടും പോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളി, സവാള കൊത്തി അരിഞ്ഞിടുക. നീ പഠിച്ച എന്താ പറഞ്ഞു? അയ്യോ, സാരഥി പറയുന്നത് ഇപ്പം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. ശരിയാണ്. അപ്പം അത് ഏകദേശം ഒന്ന് ചുവപ്പ് കളറാവണം അല്ലേ? നമ്മുടെ സവാള ഒന്ന് ചുവപ്പ് കളറായിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. സൂപ്പർ. ഈ കായലിൻ്റെ നടുക്ക് മഴ പെയ്യുന്ന അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ എന്താ ഒരു രസമെന്ന് അറിയാം. ശരിക്കും പറയാൻ നമ്മൾ അനുഭവിച്ചറിയണം. നൊസ്റ്റാൾജിയൊക്കെ വരുന്നു. ഇതൊക്കെ അശ്വൻ ചേട്ടനൊക്കെ ഡെയിലി കാണുന്നതല്ലേ ഇതൊക്കെ? കായൽ കണ്ട് വളർന്ന ആൾക്കാർ. നമ്മളൊക്കെ എന്ന് വെച്ചാൽ വല്ലപ്പോഴും കായലിനടുക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സുഖം ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി. ഇഞ്ചി ഗാർലിക് പേസ്റ്റും കൂടെ ബിണ്ടി നമ്മുടെ ഇത്രയും വെന്ത് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കളറാകുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. ബിണ്ടി ഇട്ടൊന്ന് ഇളക്കി അത് കഴിഞ്ഞ് നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത്രയായി. ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്ക, ആദ്യമേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ടേ? മല്ലിപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ശകലം മല്ലിപ്പൊടി. മസാല കൂടാൻ പാടില്ല ഇതിന്. ആവശ്യത്തിന് മസാല ചേർക്കാൻ പാടില്ല, കൂടുതൽ കഴിക്കത്തില്ല. ഗരം മസാല ശരിക്കും പറഞ്ഞാൽ ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർക്കാം. എന്നിട്ട് ഉപ്പിടുക. ചില ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കി മൂടി വെക്കും. മെല്ലെ അവിടെ നിന്ന് ഫ്രൈ ആയിക്കോളും. ഓക്കെ, അപ്പോൾ അതൊന്ന് വെന്ത് വരണം അല്ലേ? ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. ചപ്പാത്തിയുടെ കറിയാണ്. ഗ്രേവി ഉണ്ടാവും കേട്ടോ? ഗ്രേവി ഇല്ല. ഒരു റോസ്റ്റ് ഫ്രൈസ് ആണ്. ഓക്കെ, പിന്നെ അതൊന്ന് വെന്ത് വരണം, അടച്ചു വയ്ക്കണം അല്ലേ? ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ മസാല മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി പോലെ എളുപ്പം നടക്കും. ബോട്ട്. അപ്പം നമ്മുടെ വറ്റ എന്തായി നോക്കി? വറ്റയും വെന്തിരിക്കുവാണ്. നമ്മുടെ വറ്റയുടെ ഉപ്പം നോക്കട്ടെ. നല്ല കുടംപുളി. എങ്ങനെയുണ്ട്? ഇന്നത്തെ ദിവസം എനിക്കങ്ങ് വയ്യ. നല്ല ചോറൊക്കെ ഇട്ട് നല്ല കുഴച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് സാധനം കേട്ടോ അത്. കുടംപുളിയുടെ ടേസ്റ്റും നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെയും ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഗരം മസാല ഇടണം. ഗരം മസാല. വെണ്ടയ്ക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഉണ്ട്. ഗരം മസാലയാണ് അതിനകത്തൊരു മസ്റ്റ് അല്ലേ? ഗരം മസാല ഇട്ട് കഴിയുമ്പോൾ ഉടനെ ഒരു നല്ലൊരു മണം അങ്ങോട്ട് അടിക്കും. അതാണ് അതിൻ്റെ ഒരു സുഖം. ഇപ്പോഴാണ് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ബിണ്ടി ആയത്. അപ്പോൾ നമ്മുടെ ബിന്ദി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? ഇവിടെ വറ്റയും റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ നമ്മൾ വെച്ചത് കൊഞ്ചി റോസ്റ്റ്, നല്ല വറ്റ കുടംപുളി ഇട്ട് വെച്ച വറ്റക്കറി, പിന്നെ ബിന്ദി മസാല അല്ലേ? അശോകൻ ചേട്ടൻ്റെ കൈപുണ്യം ശരിക്കും അങ്ങോട്ട് അറിയാൻ പറ്റി ഇന്നത്തെ ദിവസം. എന്തായാലും ഇതുപോലെ കായലിൻ്റെ നടുക്ക് ഹൗസ് ബോട്ടിലൊക്കെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. അശോകൻ ചേട്ടൻ്റെ കൈപുണ്യമൊക്കെ അറിയാൻ പറ്റും. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കായലിന് നടുക്കിരുന്ന് കഴിക്കാം. അപ്പോൾ ചേട്ടാ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ? എന്തായാലും നമുക്ക് ഒന്ന് കഴിച്ച് ഉപ്പ് നോക്കി പാവം ആരോമല്ലാണ് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയുണ്ട്? സൂപ്പർ. ചാറും കൂടെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ചോറിൽ ചോറൊക്കെ എടുത്ത് വെച്ച് കഴിക്കണം. അവിടെ വറ്റക്കറിയും റെഡിയായി. കണ്ട കായലിൻ്റെ നടുക്ക് ദാണ്ട ഇതുപോലെ ഒരു കായൽ യാത്രയിൽ ഇന്നത്തെ ദിവസം നല്ല 3 സ്വാദിഷ്ടമായ വിഭവങ്ങളും 2 മീൻകറിയും ഒരു ബിണ്ടി റോസ്റ്റും ചെയ്തു തന്ന അശോകൻ ചേട്ടന് ഒരു വളരെയധികം
നന്ദി പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ. എന്തായാലും വരിക, ഇങ്ങനത്തെ കായല നടുക്കിരുന്ന് ഇത്രയും സ്വാദിഷ്ടമായ അശോകൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി തരുന്ന ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളും ഒരു ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നോക്കും. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അശോകൻ ചേട്ടാ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇനി അടുത്ത ആഴ്ച കാണാം. ഈ ആഴ്ച ഈ 3 ഡിഷ് കൊണ്ട് ഞാനൊന്ന് പൊടിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ.